നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് പിന്തുണ നൽകാൻ വെൽഫെയർ പാർട്ടി നിർണായക പ്രഖ്യാപനം ഉടനുണ്ടാകും. മുന്നണിയിൽ അസോസിയേറ്റ് പാർട്ടിയാക്കണമെന്ന ആവശ്യമാണ് യു.ഡി.എഫ് നേതൃത്വത്തോട് വെൽഫെയർ പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നു നിലമ്പൂരിൽ നിന്നും. അനൽക, വെൽഫെയർ പാർട്ടി പിന്തുണ അറിയിച്ചിരിക്കുന്നു യു.ഡി.എഫിന്. അവരുടെ ഈ ആവശ്യത്തെ, അസോസിയേറ്റ് കക്ഷിയാക്കണം എന്ന ആവശ്യത്തെ യു.ഡി.എഫ് എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യമാണ് PV അൻവർ അടക്കം ഉന്നയിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയോടുള്ള യു.ഡി.എഫിന്റെ സമീപനം എന്താണ്? ലക്ഷ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി യു.ഡി.എഫിന് പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വം യു.ഡി.എഫിലെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കണമെന്നൊരു ആവശ്യം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വം യു.ഡി.എഫിന് മുന്നിൽ വെച്ചിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫിനകത്ത് രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തോട് സാമ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയതിനാൽ തന്നെ യു.ഡി.എഫിനകത്ത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങിൻ്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള AK സുന്നി വിഭാഗത്തിനിടയിൽ അതില്ലെങ്കിൽ അങ്ങനെ ഒരു ഘടകകക്ഷി ആക്കി കഴിഞ്ഞാൽ ആ വോട്ട് അല്ലെങ്കിൽ ആ വോട്ട് LDFിലേക്കും അല്ലെങ്കിൽ വോട്ടുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ 2019 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനകത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്തൊക്കെ തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വെൽഫെയർ പാർട്ടി യു.ഡി.എഫിനാണ് പിന്തുണച്ചത്. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആക്രമണം CPMൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങൾ, അത്തരം ഒരു വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ, അതിനെങ്ങനെയാണ് സമീപിക്കേണ്ട കാര്യത്തിലൊക്കെ തന്നെ ഒരു ധാരണയായി കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടൊരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം യു.ഡി.എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുള്ളൂ. നമുക്കറിയാം, ഈ ചേലക്കര തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഈ പാലക്കാടും വയനാടും ഒക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടി യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളായിട്ട് വിജയരാഘവൻ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആക്രമണം അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം യു.ഡി.എഫ് നേതൃത്വത്തിന് നേരെ, പ്രത്യേകിച്ച് കോൺഗ്രസിന് നേരെ ഉന്നയിക്കുകയും ചേരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അത് ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, വെൽഫെയർ പാർട്ടി യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം 11:30 മണിക്ക് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് റസാഖ് പല്ലേരി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ തുടക്കത്തിൽ VS ജോയിയെ അല്ലെങ്കിൽ VS ജോയി സ്ഥാനാർത്ഥിയായി വരണമെന്ന താല്പര്യമാണ് ഈ വെൽഫെയർ പാർട്ടിക്ക് അടക്കം ഉണ്ടായിരുന്നത്. ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ അത്തരത്തിലൊരു അനിഷ്ടക്കുറവ് അത് ആരുടെ ശോകത്തിനുണ്ടെന്ന കാര്യം PV അൻവർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി ഈ VS ജോയി, മലപ്പുറം DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി വരണമൊക്കെ അത്രയൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ കൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫ് നേതൃത്വത്തിനകത്ത് ഇത്തരവുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയെ യു.ഡി.എഫ് മുന്നണിയിൽ എടുക്കണമെന്ന കാര്യത്തിലൊക്കെ തന്നെ രണ്ട് അഭിപ്രായമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് അഭിപ്രായമാണ്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ CPM ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും, അതിനേത് രീതിയിൽ സമീപിക്കുമെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്തിയതിനു ശേഷമായിരിക്കും ഈ വെൽഫെയർ പാർട്ടിയെ മുന്നിൽ എടുക്കേണ്ട കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് യു.ഡി.എഫ് നേതൃത്വം എത്തിച്ചേരുകയുള്ളൂ. ലക്ഷ്മി പത്മ. അനൽക, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും യു.ഡി.എഫിനെന്ന് പറയുകയുണ്ടായി. അവരുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അത്തരത്തിലൊരു പ്രഖ്യാപനം, അത്തരത്തിലൊരു പ്രഖ്യാപനം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പുറത്തുനിന്നുള്ള അത് ഒരു രഹസ്യമായിട്ടുള്ള രഹസ്യമായിട്ട് അല്ലെങ്കിൽ വോട്ടുകൾ യു.ഡി.എഫിന് വോട്ട് ചെയ്യാനുള്ള ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അണികളോട് നേരിട്ട് പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യത. ഒരു പ്രഖ്യാപനം ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാം പിന്തുണ യു.ഡി.എഫ് നേതൃത്വത്തിന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ സ്വാഭാവികമായി CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തി കാണിച്ചുകൊണ്ട് നിലമ്പൂർ അടക്കം അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ മേഖലകളിൽ ഈ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്, ഈ യു.ഡി.എഫിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയിട്ടുള്ള AK സുന്നി വിഭാഗങ്ങൾക്കിടയിൽ അടക്കം ഇത് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് കേന്ദ്രീകരിക്കാനൊരു ശ്രമം എന്തായാലും LDF നടത്തും. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാം പരസ്യ പിന്തുണ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു പരസ്യ പ്രഖ്യാപനം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുക അത് യു.ഡി.എഫിനും അതോടൊപ്പം തന്നെ ആരുടെയും ശോകത്തിൽ തന്നെയായിരിക്കും. ലക്ഷ്മി പത്മ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണ യു.ഡി.എഫിനുണ്ടാകും. പക്ഷേ അക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നാണ് അനൽക സെയ്ദ് ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വെൽഫെയർ പാർട്ടിയുടെ പ്രഖ്യാപനം, നിർണായകമായ രാഷ്ട്രീയ പ്രഖ്യാപനം അല്പസമയത്തിനകം
ഉണ്ടാകും. ഈ വിഷയം ഏത് തരത്തിലായിരിക്കും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF കിട്ടുകയാണ്. വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റഡ് കക്ഷിയായി എടുക്കുമോ? എന്തായിരിക്കും UDF അതിനോട് സ്വീകരിക്കുന്ന പരസ്യമായ നയം? ഇതെല്ലാം അറിയാൻ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്.